രണ്ടു മാറ്റങ്ങൾ വരുത്തിയ ശേഷം വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കാം. ഹാൾ നിർമ്മാതാക്കളോട് ഹൈക്കോടതി. സർട്ടിഫിക്കറ്റും 15ഓളം തിരുത്തലുകളും നിർദ്ദേശിച്ച സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്ത് ഹാൾ നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സെൻസർ ബോർഡ് നിർദ്ദേശിച്ചവയിൽ രണ്ടു മാറ്റങ്ങൾ വരുത്തിയ ശേഷം വീണ്ടും അനുമതിക്കായി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകി. ധ്വജപ്രണാമത്തിലെ ധ്വജ മ്യൂട്ട് ചെയ്യണം. മതാടിസ്ഥാനത്തിലുള്ള വിവാഹത്തിന്റെ കണക്ക് പറയുന്ന ഭാഗവും മ്യൂട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മാറ്റങ്ങൾ വരുത്തി വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. സെൻസർ ബോർഡ് പറയുന്നത് പോലെ കട്ട് ചെയ്താൽ സിനിമയുടെ കഥാഗതി തന്നെ മാറുമെന്നാണ് നിർമ്മാതാവ് ജൂബി തോമസും സംവിധായകൻ മുഹമ്മദ് റഫീഖും നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഷെയ്ൻ നിഗം നായകനായ സിനിമയുടെ ഇതിവൃത്തം മുസ്ലിം യുവാവും ക്രിസ്ത്യൻ യുവതിയും തമ്മിലുള്ള പ്രണയമാണ്. ഷെയ്ൻ നിഗം നായകനായ ഹാൾ സിനിമയിൽ നിന്ന് ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണം, ഗണപതി വട്ടം, ധ്വജപ്രണാമം, സംഘം കാവലുണ്ട്, രാഖി തുടങ്ങിയ പരാമർശങ്ങളും ഒഴിവാക്കണമെന്ന് തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു മതത്തിനെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അപമാനിച്ചിട്ടില്ല. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ബീഫ് ബിരിയാണിയല്ല, മട്ടൻ ബിരിയാണിയാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ബീഫ് ബിരിയാണി കിട്ടിയിരുന്നില്ല, പക്ഷേ ബീഫ് ബിരിയാണി കഴിക്കാമെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അതേസമയം സിനിമയിലൂടെ നല്ലൊരു സന്ദേശം നൽകാനാണ് ശ്രമിച്ചതെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അദ്ദേഹം സിനിമ കണ്ടിരുന്നു. ഹർജി എതിർത്ത് കത്തോലിക്ക കോൺഗ്രസും RSS നേതാവും കക്ഷി ചേർന്നിരുന്നു.